ഹായ്, വെൽക്കം ബാക്ക് ടു ഷീസ് ഫ്ലവേഴ്സ്. ഇന്നത്തെ റെസിപ്പി ഫിഷ് കബാബാണ്. വളരെ ടേസ്റ്റി ഡിഷാണ്. വെളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഫിഷ് കബാബാണ് കാണിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മീൻ എടുക്കുമ്പോൾ മുള്ളില്ലാത്ത ഫിഷ് എടുക്കണം. വലിയ മീനുകളുടെ മാംസം മാത്രം എടുക്കുക, എന്നാലേ ഇത് നന്നാവുള്ളൂ. മുള്ളുണ്ടെങ്കിൽ വളരെ ഡിഫിക്കൽട്ടാവും, അതുകൊണ്ട് മുള്ളില്ലാത്ത മീൻ എടുക്കുക. ഓക്കെ, ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. വളരെ ടേസ്റ്റിയുമാണ്. പാർട്ടികൾക്കൊക്കെ നമുക്ക് സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം, സൈഡ് ഡിഷായിട്ട് കൊടുക്കാം, അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഡിഷാണ്. അപ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് ഒരു മിക്സി ജാർ എടുക്കുക. മിക്സി ജാറിലേക്ക് സവാളയാണിത്. ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തതാണ്. 4 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി. ഇത് അരച്ചെടുക്കാനുള്ളതാണ്. ഇതെല്ലാം നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ, പിന്നെ വേണ്ടത് ഞാൻ ഇതിലേക്ക് ചാറ്റ് മസാല ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കാം. ചാറ്റ് മസാല 1/2 ടീസ്പൂൺ ചേർത്തു. മിന്റ് ലീവ്സ് ആണ്. പുതിന ഇല ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്, മല്ലിയിലയും ചേർക്കാം. നമുക്ക് ഇഷ്ടമുള്ളതിൽ ഏതെങ്കിലും ഒരു ലീവ്സ് ആയാലും മതി, കുഴപ്പമില്ല, ഉള്ളതുപോലെ ചേർക്കാം. പുതിനയില ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ട്, അതുകൊണ്ടാണ് പുതിനയില ചേർത്തത്. ഇത് നന്നായിട്ട് അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് മീൻ ചേർക്കാം. മീൻ ചെറുതായിട്ട് നുറുക്കി വെച്ചതാണ്. മീനും കൂടി ചേർത്ത് അരച്ചെടുക്കണം. ഇതിലേക്ക് 2 സ്ലൈസ് ബ്രെഡ് ചേർക്കുന്നുണ്ട്. ബ്രെഡ് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് വെള്ളമൊക്കെ നന്നായി പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം ചേർക്കാൻ. ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ഭാഗം ലെമൺ ജ്യൂസ് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. കുറച്ച് മതി, ഒരു ഫുൾ ലെമൺ വേണ്ട, 1/2 ലെമണും വേണ്ട, 1/4 ഭാഗം ലെമൺ മതിയാവും ഇത്രയും മീനിന്. ഇതെല്ലാം കൂടി അരച്ചെടുത്തതാണ്. ഇനി നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് ഓയിൽ എടുക്കാം. എന്നിട്ട് ഓയിൽ കയ്യിൽ നന്നായിട്ട് തേച്ചിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാം, ഉരുട്ടിയെടുക്കാം. ഇത് ഞാൻ റൗണ്ടിൽ വെറുതെ പരത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കയ്യിൽ ഒട്ടത്തില്ല, നല്ല പാകമായിട്ട് കറക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിട്ട് ശരിക്കും വരില്ല. അപ്പം ഇങ്ങനെ ചെയ്യാം, വേഗം ആക്കിയെടുക്കാം. നമുക്കിത് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ഒരു ഷേപ്പിൽ വെറുതെ റൗണ്ടിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓവനിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് എണ്ണ ഇട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാനിപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കുകയാണ്. ഇങ്ങനെയും ചെയ്യാം. ഇത് നമ്മൾക്ക് ഓവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ എണ്ണ ഒട്ടും ചേർക്കേണ്ട കാര്യമില്ല, നല്ലതായിട്ട് കിട്ടും. നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യാം. കബാബ്സ് എങ്ങനെ ഉണ്ടാക്കാൻ ഇഷ്ടം അതുപോലെ ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയുള്ള ഡിഷാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒത്തിരി എണ്ണ വേണ്ട, ഒന്ന് മുങ്ങാനുള്ള എണ്ണ മതി. ഒരു വശം നന്നായിട്ട് ഇത് തീ നന്നായി കുറച്ചിടണം, മീഡിയം ടു ലോ ഫ്ലെയിമിലിടണം. എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. പച്ച മീനാണ്, അത് ഓർമ്മ വേണം. നമ്മൾ ഒരിക്കലും വേവിച്ചിട്ടില്ല, അതിനകത്തൊരു സാധനവും വേവിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം വേകാനുള്ള ടൈം വേണം. അപ്പോൾ ഇത് തീ വളരെ കുറച്ചിട്ടിട്ട് ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയ ശേഷം മറു സൈഡിലേക്ക് മറിച്ചിടാം. ഇത് പതുക്കെ വേണം മറിച്ചിടാനൊക്കെ. വലിയ തവിയൊക്കെ കൊണ്ടിട്ട് കൊത്തിയാൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകും, അതുകൊണ്ട് പതുക്കെ മറിച്ചിടുക.
ഒരു വശം ചെറിയ തീ കൊടുത്തതുകൊണ്ടാണ് ഇത് ശരിക്കും ബ്രൗൺ കളർ ആവാത്തത്. പതുക്കെ വെന്താൽ മതി, എന്നാലേ നന്നായിട്ട് ഫിഷ് വേവത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ പതുക്കെ ചെയ്തെടുക്കുക. കബാബ്സൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. ചോറിൻ്റെ കൂടെ നമുക്ക് മീൻ ഫ്രൈ, ഫിഷ് ഫ്രൈ ഒക്കെ കഴിക്കുന്ന പോലെ നമുക്ക് കഴിക്കാം. അല്ലാതെ നമുക്ക് വെറുതെ കഴിക്കാം. ബ്രെഡിൻ്റെയൊക്കെ കൂടെ ഫില്ല് ചെയ്ത് കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്ന ഒരു ഡിഷാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഡിഷാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഒരു സെറ്റ് റെഡിയായി. എടുത്തിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ.